നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. റഷ്യൻ ഭീഷണി നേരിടാൻ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ UK. യുവതീ യുവാക്കൾക്ക് നിർബന്ധിത സൈനിക സേവനം, മിലിറ്ററി ഗ്യാപ് ഇയേഴ്സ് കൊണ്ടുവരാൻ സർക്കാർ നീക്കം. നിയന്ത്രിക്കാനാകാത്ത അഭയാർത്ഥി പ്രഭാഗത്തിൽ ലണ്ടൻ ബറോ ഹില്ലിംഗ്ടൺ വൻ തകർച്ചയിലേക്ക്. ഹില്ലിംഗ് ടൗൺ കൗൺസിൽ പാപ്പരത്വത്തിന്റെ വക്കിൽ. ചൈനയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം നിർത്താൻ ബീജിംഗ് അധികൃതരുടെ സമ്മർദ്ദത്തിന് ഷെഫീൽഡ് ഹാം സർവകലാശാല വിധേയമായെന്ന ആരോപണം. അന്വേഷണം തീവ്രവാദ വിരുദ്ധ പോലീസിന് കൈമാറി. UK-യിൽ ഇനി ശ്വാസം മുട്ടിക്കൽ അല്ലെങ്കിൽ ശ്വാസം തടയൽ ഉൾപ്പെടുത്തിയ പോൺ വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നതും കൈവശം വെക്കുന്നതും ക്രിമിനൽ കുറ്റമാകും. നടുക്കം മാറാതെ ബ്രിട്ടൻ. നായയുടെ ആക്രമണത്തിൽ 9 മാസം പ്രായമുള്ള കുട്ടി കൊല്ലപ്പെട്ടു. ദാരുണ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മയക്കുമരുന്ന് കടത്തലിന് ഇരയായെന്നാരോപിച്ച് ജോർജിയയിൽ തടവിലായിരുന്ന 19-കാരിയായ ബ്രിട്ടീഷ് വിദ്യാർത്ഥിനി ബെല്ല കുലിയെ ജോർജിയൻ കോടതി മോചിപ്പിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മെഗാസ്റ്റാർ മമ്മൂട്ടി. വാർത്തകൾ വിശദമായി. പഠനം പൂർത്തിയാക്കുന്ന യുവതീ യുവാക്കൾക്ക് നിർബന്ധിത സൈനിക സേവനം കൊണ്ടുവരാനുള്ള ആലോചനയിലാണ് UK-യിലെ ലേബർ സർക്കാർ. റഷ്യൻ ഭീഷണി ശക്തമായി തുടരുന്നതിനിടെ സൈന്യത്തിലേക്ക് ആളെ എടുക്കുന്നത് ക്ലേശകരമാകുന്ന സാഹചര്യത്തിൽ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി മിലിറ്ററി ഗ്യാപ് ഇയേഴ്സ് പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സ്കൂൾ കോളേജ് കാലഘട്ടത്തിന് ശേഷം ഓരോ വ്യക്തിയും പഠനത്തിൽ നിന്നും ഇടവേളയെടുത്ത് ഹ്രസ്വകാലത്തേക്ക് സൈനിക പരിശീലനം നേടുന്ന പദ്ധതിയാണ് മിലിറ്ററി ഗ്യാപ് ഇയേഴ്സ്. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് യൂറോപ്പിൽ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്നാൽ UK-യുടെ 3 സൈനിക വിഭാഗങ്ങളിലും വേണ്ടത്ര സൈനികർ ഇല്ല എന്നതാണ് വസ്തുത. അധികാരമേറ്റ ഉടൻ തന്നെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ചുമതലപ്പെടുത്തിയ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ കമ്മിറ്റി ബ്രിട്ടീഷ് സൈനിക ബലം വർദ്ധിപ്പിക്കുന്നതിനായി മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത്. ഓസ്ട്രേലിയൻ നടപ്പിലാക്കിയ വോളണ്ടിയർ മിലിറ്ററി ഗ്യാപ് മാതൃകയിൽ കൂടുതൽ സൈനികരെ നിയമിക്കാനാണ് SDR-ഉം പ്രതിരോധ മന്ത്രാലയവും ഉദ്ദേശിക്കുന്നത്. കമ്മിറ്റി നൽകിയ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുവെന്നും അത് വരുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി നടപ്പിലാക്കുമെന്നുമാണ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി ITV ന്യൂസിനോട് പറഞ്ഞത്. നിലവിൽ ബ്രിട്ടൻ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ സമാനതകളില്ലാത്തതാണെന്ന് പറഞ്ഞ കമ്മിറ്റി ഏതു നിമിഷവും ഒരു യുദ്ധം ഉണ്ടായേക്കാം എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ യുദ്ധസജ്ജമാക്കി നിലനിർത്താനുള്ള പദ്ധതികളായിരുന്നു കമ്മിറ്റി നിർദ്ദേശിച്ചത്. അതിൽ ഒന്നാണ് മിലിറ്ററി ഗ്യാപ് ഇയേഴ്സ്. അതിനു പുറമെ 8590 സൈനികരെയെങ്കിലും അടിയന്തരമായി നിയമിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അഭയാർത്ഥികളെ പാർപ്പിച്ച് കടക്കണിയിലായി ഹില്ലിംഗ്ടൺ. ബ്രിട്ടനിൽ നിയന്ത്രിക്കാനാകാത്ത അഭയാർത്ഥി പ്രവാഹം ഇപ്പോൾ ഈ ബറോയെ തകർച്ചയിലേക്ക് നയിക്കുകയാണ്. കൗൺസിൽ പാപ്പരാകുന്നതിന്റെ വക്കിലെത്തിയതോടെ തെരുവുകളിൽ അക്രമം വർദ്ധിക്കുന്നു. ഇതോടെ അഭയാർത്ഥി വിരുദ്ധ രോക്ഷം കനക്കുകയാണ്. ബ്രിട്ടനിൽ അഭയാർത്ഥികളുടെ ഹോട്ട്സ്പോട്ടുകൾ ഒന്നായാണ് ഈ ബറോ അറിയപ്പെടുന്നത്. 3000-ഓളം അഭയാർത്ഥികളാണ് ഇവിടെയുള്ളത്. രാജ്യത്തെ വിവിധ ഹോട്ടലുകളിലായി പാർപ്പിച്ചിരിക്കുന്ന അഭയാർത്ഥികളുടെ 10% വരും ഇത്. UK-യിലെ ലോക്കൽ അതോറിറ്റികളിൽ ഏറ്റവും അധികം അഭയാർത്ഥികൾ വാസമൊരുക്കുന്നത് ഹില്ലിംഗ്ടണിലാണെന്നും ഈ വർഷം ആദ്യം പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇവിടത്തെ ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ 10,000 ജനങ്ങളിൽ 97 അഭയാർത്ഥികൾ വീതമാണ് ഇവിടെയുള്ളത്. അഭയാർത്ഥികളെ പരിപാലിച്ച് കൗൺസിൽ പാപ്പരാകുന്നതിന്റെ വക്കിലെത്തി നിൽക്കുന്നു എന്നാണ് കൗൺസിൽ നേതാക്കൾ പറയുന്നത്. ബറോയിലെ ഏറ്റവും വലിയ സബർബൻ ടൗൺ ആയ ആക്സ്ബ്രിഡ്ജിന്റെ തന്റെ വളർത്തുനായയുമായി നടക്കാനിറങ്ങിയ വെയിൻ ബ്രോഹെഡ്സ് എന്ന 49-കാരൻ ഒരു അഫ്ഗാൻ അഭയാർത്ഥിയുടെ കുത്തേറ്റ് മരിച്ചത് ജനരോക്ഷം ആളിക്കത്തിച്ചിരിക്കുന്നു. 46 വയസ്സുള്ള മറ്റൊരാളെയും ഒരു 14-കാരനെയും ഇതേ അഭയാർത്ഥി കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ചൈനയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചുള്ള ഗവേഷണം നിർത്താൻ ബീജിംഗ് അധികൃതരുടെ സമ്മർദ്ദത്തിന് ഷെഫീൽഡ് ഹാം സർവകലാശാല വിധേയമായെന്ന ആരോപണത്തെക്കുറിച്ചുള്ള അന്വേഷണം തീവ്രവാദ വിരുദ്ധ പോലീസിന് കൈമാറി. ഹെലീന കെന്നഡി സെന്റർ ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് ഗവേഷണ സ്ഥാപനം പ്രവർത്തിക്കുന്ന ഷെഫീൽഡ് ഹാം സർവകലാശാല ഫെബ്രുവരിയിൽ പ്രൊഫസർ ലോറ മർഫിയോട് രാജ്യത്തെ വിതരണ ശൃംഖലകളെയും നിർബന്ധിത തൊഴിലാളികളെയും കുറിച്ചുള്ള ഗവേഷണം നിർത്താൻ ഉത്തരവിട്ടതായി തിങ്കളാഴ്ച ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. മർഫിയുടെ ഗവേഷണം ചൈനയിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം ന്യൂനപക്ഷമായ ഉയ്ഗുറുകളെയും കേന്ദ്രീകരിച്ചാണ്. ആരോപണങ്ങൾ ദേശീയ സുരക്ഷാ നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരമുള്ളതാണ് എന്നതിനാൽ സേന അന്വേഷണം റഫർ ചെയ്തതായും സൗത്ത് യോർക്ക്ഷയറിലെ പോലീസ് വക്താവ് വ്യക്തമാക്കി. ശ്വാസം മുട്ടിക്കൽ അല്ലെങ്കിൽ ശ്വാസം തടയൽ ഉൾപ്പെടുത്തിയ പോൺ വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നതും കൈവശം വെക്കുന്നതും ഇനി UK-യിൽ ക്രിമിനൽ കുറ്റമാകും. ക്രൈം ആൻഡ് പോലീസ് ബില്ലിംഗ് കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ സർക്കാർ ഇത് സംബന്ധിച്ച കർശന നിയമം പ്രഖ്യാപിച്ചു.
ടെക് കമ്പനികളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇത്തരം ദൃശ്യങ്ങൾ ഉപയോക്താക്കൾക്ക് കാണാതിരിക്കാനുള്ള നിയമബാധ്യത ഉണ്ടാകും. നിയമം ലംഘിക്കുന്നവർക്ക് 18 മില്യൺ പൗണ്ട് വരെ പിഴ ചുമത്തും. ബാരോനസ് ഗാബി ബെർട്ടിൻ അധ്യക്ഷയായ സർക്കാർ റിവ്യൂ ആണ് ഈ നിയമ ഭേദഗതിക്ക് പിന്നിൽ. സ്ട്രാങ്ങുലേഷൻ എന്നത് വിനോദത്തിന്റെ ഭാഗമായും സുരക്ഷിതമായും ചെയ്യാവുന്ന കാര്യമെന്ന ധാരണ തികച്ചും അപകടകരമാണ് എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്രസിംഗ് സ്ട്രാങ്കുലേഷൻ സിഇഒ ബെർണി റയൻ പറഞ്ഞു. UK ഉപയോക്താക്കൾക്ക് അത്തരം ഉള്ളടക്കം കാണുന്നത് തടയുന്നതിന് ടെക് പ്ലാറ്റ്ഫോമുകൾ നിയമപരമായ നിബന്ധന ഏർപ്പെടുത്തി. തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച ക്രൈം ആൻഡ് പോലീസിംഗ് ബില്ലിലെ ഭേദഗതികൾ പ്രകാരം ചോക്കിംഗ് ഉൾപ്പെടുന്ന അശ്ലീല വീഡിയോകൾ കൈവശം വെക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമായി മാറും. അടുപ്പത്തിന്റെ പേരിലെടുക്കുന്ന ഇരകളുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന പ്രതികൾക്കെതിരെ കേസെടുക്കാൻ കൂടുതൽ സമയമുണ്ടാകും. കൂടാതെ ഇത്തരം കേസുകളിൽ പ്രതിയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സമയപരിധി 6 മാസത്തിൽ നിന്നും 3 വർഷമായി നീട്ടിയിട്ടുണ്ട്. ബ്രിട്ടനെ നടുക്കിയ നായയുടെ ആക്രമണത്തിൽ 9 മാസം പ്രായമുള്ള കുട്ടി കൊല്ലപ്പെട്ടു. ദാരുണ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോൺമൗട്ട്ഷെയറിലെ റോജിയറ്റ് ഗ്രാമത്തിൽ ഞായറാഴ്ച വൈകുന്നേരം ഉണ്ടായ ദാരുണ സംഭവത്തിൽ 9 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് നായയുടെ ആക്രമണത്തിൽ മരിച്ചു. സന്ധ്യയ്ക്ക് 6 മണിയോടെ പോലീസും മെഡിക്കൽ സംഘവും വീട്ടിലെത്തി കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവ സ്ഥലത്ത് നിന്നും നായയെ പിടികൂടി മാറ്റിയതായും ഗെഡ്വൺ പോലീസ് അറിയിച്ചു. പോലീസ് അന്വേഷണം തുടരുകയാണെന്നും കുടുംബത്തിന് ദുഃഖസമയത്തിൽ ആവശ്യമായ സ്വകാര്യത നൽകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഇംഗ്ലണ്ടിലെ സ്കൂളുകൾക്കായുള്ള ഓപ്സ്റ്റേഡിന്റെ പുതിയ പരിശോധനാ രീതിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം ഒരു ഹൈക്കോടതി ജഡ്ജി തള്ളിയതിനെ തുടർന്ന് പണിമുടക്കം സാധ്യമായ നടപടികളെക്കുറിച്ച് ഹെഡ് ടീച്ചേഴ്സ് യൂണിയൻ ആലോചിക്കുന്നു. പുതിയ ചട്ടക്കൂടിനെ കുറിച്ച് വേണ്ടത്ര കൂടിയാലോചിക്കുന്നതിനോട് അധ്യാപകരുടെയോ ക്ഷേമത്തിലുണ്ടാകുന്ന ഗുരുതരമായ പ്രതികൂല പ്രത്യാഘാതങ്ങൾ പരിഗണിക്കുന്നതിനോ സ്കൂളുകളുടെ വാച്ച് ഡോഗ് ഓബ്സ്റ്റേറ്റഡ് പരാജയപ്പെട്ടു എന്ന് ആരോപിച്ച് നാഷണൽ അസോസിയേഷൻ ഓഫ് ഹെഡ് ടീച്ചേഴ്സ് ജുഡീഷ്യൽ അവലോകനത്തിന് അപേക്ഷിക്കാൻ അനുമതി തേടി. എന്നാൽ തിങ്കളാഴ്ച ലണ്ടനിലെ ഹൈക്കോടതി കൺസൾട്ടേഷൻ പ്രക്രിയയിൽ വാദിക്കാവുന്ന ഒരു പിശകും ഇല്ല എന്ന് വിധിച്ചുകൊണ്ട് ഒരു ജുഡീഷ്യൽ അവലോകനത്തിന് അപേക്ഷിക്കാൻ യൂണിയന് അനുമതി നിഷേധിച്ചു. അവകാശവാദങ്ങളിൽ നിന്നും ഓബ്സ്റ്റേഡിന്റെ നിയമപരമായ ചെലവുകൾക്കായി 40,000 പൗണ്ട് നൽകാൻ ഉത്തരവ് വിടുകയും ചെയ്തു. പുതിയ പരിശോധനാ ചട്ടക്കൂട് ആസൂത്രണം ചെയ്തതുപോലെ നവംബർ 10-ന് ആരംഭിക്കും. മയക്കുമരുന്ന് കടത്തിന് ഇരയായെന്നാരോപിച്ച് ജോർജിയയിൽ തടവിലായിരുന്ന 19-കാരിയായ ബ്രിട്ടീഷ് വിദ്യാർത്ഥിനി ബെല്ല കുല്ലിയെ ജോർജിയൻ കോടതി മോചിപ്പിച്ചു. 8 മാസം ഗർഭിണിയായ കുല്ലിയെ കഴിഞ്ഞ മെയ് 10-ന് ടിബ്ലിസിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അവളുടെ ബാഗേജിൽ 12 കിലോ കഞ്ചാവും 2 കിലോ ഹാഷിഷും കണ്ടെത്തിയിരുന്നു. 20 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസായിരുന്നു എങ്കിലും പ്രോസിക്യൂഷൻ അവസാന നിമിഷം കുറ്റസമ്മത ഉടമ്പടി മാറ്റിയതോടെ കുല്ലിക്ക് മോചനം ലഭിച്ചു. തന്റെ അമ്മ ലിയാൻ കെന്നഡിയുടെ കൈപിടിച്ചാണ് ബെല്ല കുല്ലി കോടതിയിൽ നിന്നും പുറത്തേക്ക് നടന്നത്. ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും തനിക്ക് വളരെ സന്തോഷവും ആശ്വാസവുമാണ് എന്ന് ബെല്ല കുല്ലി മാധ്യമങ്ങളോട് പറഞ്ഞു. തായ്ലൻഡിൽ യാത്രക്കിടെ കാണാതിരുന്നതിന് ശേഷം ചില ഗാങ്സ്റ്റർമാർ അവളെ പീഡിപ്പിച്ചു എന്നും മയക്കുമരുന്ന് കടത്താൻ ബലമായി നിർബന്ധിച്ചു എന്നും ബെല്ലയുടെ അഭിഭാഷകൻ അറിയിച്ചു. ഇതു സംബന്ധിച്ച് ജോർജിയൻ പോലീസ് പ്രത്യേക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 1,37,000 പൗണ്ട് കുടുംബം അടച്ചതിനെ തുടർന്നാണ് ശിക്ഷ 2 വർഷമായി ചുരുക്കിയത്. പലസ്തീൻ തടവുകാരിയെ സൈനികർ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ചോർത്തി പുറത്തുവിറ്റതായി സമ്മതിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ പോലീസ് സൈന്യത്തിലെ ഉന്നത നിയമ ഉദ്യോഗസ്ഥനായ അഡ്വക്കേറ്റ് ജനറലിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു. കേസിൽ പ്രവർത്തിക്കുന്ന സൈനിക അന്വേഷകർക്കും പ്രോസിക്യൂട്ടർമാർക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഇല്ലാതാക്കാൻ വീഡിയോ പ്രസിദ്ധീകരിക്കാൻ അധികാരപ്പെടുത്തിയതായും സൈനിക അഡ്വക്കേറ്റ് ജനറൽ ഇയാഫ്തർ ടോമർ യേശു ഷാൽമി കഴിഞ്ഞ ആഴ്ച ഒരു രാജിക്കത്തിൽ പറഞ്ഞു. ആക്രമണ കേസിൽ കസ്റ്റഡിയിലെടുത്ത സൈനികരെ വലതുപക്ഷ രാഷ്ട്രീയക്കാർ വീരന്മാരായി ഉയർത്തിക്കാട്ടി സൈനിക അന്വേഷകരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തി സൈനികർക്കെതിരെ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് അഡ്വക്കേറ്റ് ജനറൽ മർദ്ദന വീഡിയോ പുറത്തു വന്നത്. വഞ്ചന, വിശ്വാസ ലംഘനം, ഔദ്യോഗിക ദുരുപയോഗം, നീതിന്യായ തടസ്സം, ഒരു പൊതുപ്രവർത്തകൻ ഔദ്യോഗിക വിവരങ്ങൾ വെളിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ടോമർ എഷാർ ഷാമിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുട്ടികളെ പോലെ തോന്നിക്കുന്ന സെക്സ് ഡോളുകൾ അവതരിപ്പിച്ചതിന് ഫ്രഞ്ച് സർക്കാർ അന്വേഷണം ആരംഭിച്ചതോടെ ഇ കൊമേഴ്സ് കമ്പനിയായ ഷെയ്ൻ അവരുടെ സൈറ്റുകളിൽ സെക്സ് ഡോളുകളുടെ വിൽപ്പന നിരോധിക്കുമെന്ന് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച ഒരു പ്രസ്താവനയിൽ കമ്പനി സെക്സ് ഡോൾ ടൈപ്പ് ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുകയാണെന്നും അവയുമായി ബന്ധപ്പെട്ട എല്ലാ ലിസ്റ്റിംഗുകളും ചിത്രങ്ങളും ഇല്ലാതാക്കിയതായും പറഞ്ഞു. ആഗോളതലത്തിൽ നിരോധനം ബാധകമാണ് എന്നും ഒരു വക്താവ് AFP വാർത്താ ഏജൻസിയോട് പറഞ്ഞു. സെക്സ് ഡോളുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഷീനിനും
മറ്റ് എതിരാളികളായ ഓൺലൈൻ റിറ്റെയിലർമാർക്കും എതിരെ അന്വേഷണം ആരംഭിച്ചതായും പാരീസ് പ്രോസിക്യൂട്ടർമാരുടെ ഓഫീസ് അറിയിച്ചു. ഷെയ്ൻ അശ്ലീല സ്വഭാവമുള്ള കുട്ടികളെ പോലെയുള്ള പാവകൾ വിൽക്കുന്നുണ്ട് എന്നും ഫ്രാൻസിന്റെ തട്ടിപ്പ് വിരുദ്ധ യൂണിറ്റ് ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് അന്വേഷണങ്ങൾ ആരംഭിച്ചത്. ഫ്രഞ്ച് ദിനപത്രമായ പാരിസിയൻ പ്ലാറ്റ്ഫോമിൽ വിൽക്കുന്ന പാവകളുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. ഈ പ്രസിദ്ധീകരണങ്ങൾ മൂന്നാം കക്ഷി വെണ്ടർമാരിൽ നിന്നാണ് വന്നത്. പക്ഷേ ഞാൻ വ്യക്തിപരമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നും ഷെയ്നിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഡൊണാൾഡ് ടാങ് പറഞ്ഞു. ഷെയ്ൻ പാരീസിലെ ആദ്യത്തെ ഫിസിക്കൽ സ്റ്റോർ തുറക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് കുട്ടിപ്പാവകളുടെ വിൽപ്പന തുടർന്നാൽ ആ ചില്ലറ വ്യാപാരിയെ രാജ്യത്ത് നിന്ന് നിരോധിക്കണമെന്നും ഫ്രാൻസിന്റെ ധനമന്ത്രി ഭീഷണിപ്പെടുത്തി. ഓസ്ട്രേലിയയിലെ 3 സംസ്ഥാനങ്ങളിലെ എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യ സൗരോർജ്ജ ലഭ്യത പ്രഖ്യാപിച്ച് ഫെഡറൽ സർക്കാർ. ന്യൂ സൗത്ത് വെയിൽസ്, തെക്ക് കിഴക്കൻ ക്വീൻസ്ലാൻഡ്, സൗത്ത് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ സ്മാർട്ട് മീറ്ററുകളുള്ള വീടുകൾക്ക് ദിവസത്തിൽ കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും സൗജന്യ സൗരോർജ്ജം ലഭിക്കുമെന്നും ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ചു. ന്യൂ സൗത്ത് വെയിൽസ്, തെക്ക് കിഴക്കൻ ക്വീൻസ്ലാൻഡ്, സൗത്ത് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ സൗരോർജ്ജ മേൽക്കൂര പാനലുകൾ ഘടിപ്പിച്ചവർക്കും ആ സംവിധാനം ഇല്ലാത്ത വീടുകൾക്കും പ്രഖ്യാപിച്ച സോളാർ ഷെയർ ഓഫർ അടുത്ത വർഷം ജൂലൈ മുതൽ ലഭ്യമാകും. 2027 മറ്റ് പ്രദേശങ്ങളും ഇത് പിന്തുടരാൻ സാധ്യതയുണ്ട്. ഇതോടെ ഓസ്ട്രേലിയക്കാർക്ക് വാഷിംഗ് മെഷീനുകൾ, ഡിഷ് വാഷറുകളും എയർ കണ്ടീഷണറുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഷെഡ്യൂൾ ചെയ്യാനും ഈ സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങളും ഗാർഹിക ബാറ്ററികളും ചാർജ് ചെയ്യാനും കഴിയുമെന്നും സർക്കാർ പറഞ്ഞു. റോമിൽ ടോറെ ഡി കോണ്ടിൻ ടവർ ഭാഗികമായി തകർന്നടിഞ്ഞതിനെ തുടർന്ന് മണിക്കൂറുകളോളം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഒരു റൊമാനിയൻ തൊഴിലാളി മരിച്ചു. അടിയന്തര സേവനങ്ങൾക്കായി പുറത്തെത്തിച്ചതിന് തൊട്ടു പിന്നാലെ മരണമടയുകയായിരുന്നു ഓസ്ട്രോയിസ്. കൊളോസേത്തിനടുത്തുള്ള 95 അടി ഉയരമുള്ള ടോറെ ഡി കോണ്ടിയുടെ 2 ഭാഗങ്ങൾ നിലത്ത് വീണതായും വീഡിയോകൾ കാണിക്കുന്നു. ആദ്യ തകർച്ച UK സമയം രാവിലെ 10:30 സംഭവിച്ചത്. രണ്ടാമത്തേത് ഏകദേശം 90 മിനിറ്റിനു ശേഷം തകർന്നു വീഴുകയായിരുന്നു. റോമിയുടെ തകർച്ചയിൽ കൊല്ലപ്പെട്ട തൊഴിലാളിയായ ഓസ്ട്രേലിയയുടെ ദാരുണമായ വേർപാടിന്റെയും സർക്കാരിന്റെയും പേരിൽ അഗാധമായ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു എന്നും ഇറ്റലി പ്രധാനമന്ത്രി ജോർജി മെലോണി അർദ്ധരാത്രിക്ക് ശേഷം നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.22 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.62 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 101.98 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.31 US ഡോളർ. ഇനിയൊരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509 or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ച് ശശി തരൂർ MP. പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് ആണ് എന്ന ലേഖനമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെ ഒരു കുടുംബ ബിസിനസ്സായി മാറി എന്നതിനെ കുറിച്ച് ഡോക്ടർ ശശി തരൂർ എഴുതിയ വളരെ ഉൾക്കാഴ്ചയുള്ള ഒരു ലേഖനം രാഹുലിനും തേജസ്വി യാദവിനും നേരെ അദ്ദേഹം നേരിട്ട് നടത്തിയ ആക്രമണം ആവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വന്തം ശശി തരൂർ ഒരു ലേഖനം എഴുതി. ശശി തരൂരിന്റെ ഓരോ വാക്കുകളും അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ഞെട്ടലോടെയാണ് കാണുന്നത്. ഒരു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയെയും അവിടുത്തെ നേതാക്കന്മാരെയും തോന്നിവാസങ്ങളെയും തുറന്നടിച്ചു കാണിക്കുന്നതിനോടൊപ്പം മറ്റ് പാർട്ടികളിൽ നടക്കുന്നത്, അതായത് പ്രത്യേകിച്ച് BJP സർക്കാരിന്റെ രാജ്യത്തിന്റെ ഉന്നമന പ്രവർത്തനങ്ങളെ കുറിച്ച് യാതൊരു മടിയുമില്ലാതെ വാചാലനാകാനും ചെറിയ ചങ്കൂറ്റമൊന്നും പോലെ. പഴകിയാൽ കടപുഴകുന്നത് വരെ കാത്തു നിൽക്കാതെ പിഴുതെറിയുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിലാണ് കള എന്ന് കണ്ടിട്ടും കളയാൻ പാർട്ടിയിലെ ഉന്നതർക്ക് പോലും മുട്ടടിക്കുന്നത് തരൂരിനെ. ഇത്തവണ തരൂർ പറഞ്ഞതിന് മാർക്ക് 100 കൊടുത്തേ വെച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുടുംബവാഴ്ചയാണ് എന്ന് തുറന്നു പറയാൻ തരൂർ കാണിച്ച ധൈര്യം അസാമാന്യമെന്ന് പറയാതെ വയ്യ. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ ഒരു പാർട്ടി അതിന്റെ വേരുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് അടർത്തിയെടുത്തതും പിന്നീട് അതേ വേരുകളെ തന്നെ വെട്ടിമുറിച്ച് വംശീയ രാഷ്ട്രീയത്തിന്റെ ഇരുണ്ട കുഴിയിൽ വീണതും കാണാം. ആ പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യം ജനങ്ങളുടെ പ്രതീക്ഷയും ആത്മവിശ്വാസവുമായിരുന്നു കോൺഗ്രസ്. പിന്നീട് ജനാധിപത്യത്തിന്റെ ആത്മാവിനെയും തുല്യാവകാശത്തിനെയും തകർക്കുന്ന വംശീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി മാറി. നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി
ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ അടിസ്ഥാന ഘടന ഒരു കുടുംബവാഴ്ചയായി മാറിയതാണ് എന്ന് വ്യക്തമാകും. തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപും ശേഷവും തീരുമാനമെടുക്കുന്നത് ജനങ്ങളല്ല, കോൺഗ്രസിൽ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരേ കുടുംബം തന്നെയാണ്. ഇതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യമായിരുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ, അതും ഇന്ത്യയെ പോലെ ഒരു ശക്തമായ ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്തിൽ നീണ്ട വർഷങ്ങളോളം കോൺഗ്രസിന്റെ മാത്രം കുത്തകയായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം. ഈ നടപടിക്ക് ഒരു പരിധിവരെയെങ്കിലും വിരാമം ഉണ്ടായത് മോദി അധികാരത്തിൽ വന്നതോടെയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ CCTV ഹാക്ക് ചെയ്ത് ദൃശ്യങ്ങൾ പോൺ സൈറ്റുകൾക്ക് വിൽപ്പന നടത്തി. ഗുജറാത്ത് രാജ്കോട്ടിലെ ആശുപത്രിയിൽ ഡോക്ടർമാർ ഗർഭിണികളെ പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് ചോർന്നത്. CCTV നെറ്റ്വർക്കിന്റെ ദുർബലമായ പാസ്വേഡും സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയുമാണ് സൈബർ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തിൽ ഫെബ്രുവരിയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു എങ്കിലും കുറ്റകൃത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോഴാണ്. 2024 ജനുവരി മുതൽ ഡിസംബർ വരെ ഏകദേശം ഒരു വർഷത്തോളം ദൃശ്യങ്ങൾ ചോർത്തി. ഗുജറാത്ത് കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 50,000-ത്തിലധികം CCTV ദൃശ്യങ്ങൾ ഹാക്കർമാർ മോഷ്ടിച്ചതായി പോലീസ് വ്യക്തമാക്കി. രാജ്കോട്ടിലെ ആശുപത്രിയിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ ലഭ്യമാണ് എന്ന രീതിയിൽ ചില യൂട്യൂബ് ചാനലുകളിൽ പ്രചരണം ഉണ്ടായതോടെയാണ് ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഗൈനക്കോളജിസ്റ്റുകൾ സ്ത്രീകളെ പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് വിൽപ്പന നടത്തിയത്. 700 മുതൽ 4,000 രൂപ വരെ ഈടാക്കിയിരുന്നു. പൂനെ, മുംബൈ, നാസിക്, സൂറത്ത്, അഹമ്മദാബാദ്, ഡൽഹി എന്നീ സ്ഥലങ്ങളിലേത് ഉൾപ്പെടെ രാജ്യവ്യാപകമായി ഏകദേശം 80 CCTV നെറ്റ്വർക്കുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇന്ത്യൻ വിദേശ യാത്രക്കാർക്ക് ആശ്വാസ വാർത്ത. ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം റദ്ദാക്കുന്നതും റീഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ മാറ്റങ്ങളാണ് DGCA നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം 48 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കുകയോ റീഷെഡ്യൂൾ ചെയ്യുകയോ ആണെങ്കിൽ അധിക നിരക്കുകളില്ലാതെ ഭേദഗതികൾ വരുത്താൻ സാധിക്കുന്ന തരത്തിലാണ് DGCAയുടെ പുതിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നത്. യാത്രക്കാർ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം 48 മണിക്കൂർ നേരത്തേക്ക് അവർക്കായി ലുക്ക് ഇൻ ഓപ്ഷൻ നൽകണം. ഈ സമയപരിധിക്കുള്ളിൽ ടിക്കറ്റുകൾ റദ്ദാക്കുകയാണെങ്കിൽ മുഴുവൻ തുകയും യാത്രക്കാർക്ക് തിരികെ നൽകണമെന്നാണ് DGCAയുടെ നിർദ്ദേശം. ഈ സമയപരിധിക്കുള്ളിൽ യാത്രക്കാർക്ക് അധിക നിരക്കുകളില്ലാതെ ടിക്കറ്റ് റദ്ദാക്കുവാനും സമയ ക്രമീകരണങ്ങൾ ഭേദഗതി വരുത്തുവാനും സാധിക്കുമെന്നും DGCA അറിയിച്ചു. എന്നാൽ എയർലൈൻ വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന തീയതി മുതൽ ആഭ്യന്തര യാത്ര 5 ദിവസത്തിൽ കുറവും രാജ്യാന്തര യാത്ര 15 ദിവസത്തിൽ കുറവുമാണെങ്കിൽ ഈ മാറ്റങ്ങൾ ബാധകമല്ലെന്നും DGCA അറിയിച്ചു. നടൻ അമിതാഭ് ബച്ചന് സുരക്ഷാ ഭീഷണി. ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് നടന്റെ വീടുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. ഖലിസ്ഥാൻ അനുകൂല സംഘടനയാണ് ഭീഷണി ഉയർത്തിയത്. വീടുകൾക്ക് 24 മണിക്കൂറും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയതായും അധികൃതർ പറഞ്ഞു. സിഖുകാർക്കെതിരെയുള്ള കലാപത്തെ അമിതാഭ് ബച്ചൻ മുൻപ് അനുകൂലിച്ചിരുന്നു എന്നാണ് നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് ആരോപിക്കുന്നത്. ടെലിവിഷൻ പരിപാടിക്കിടെ ഗായകൻ ദിൽജിത്ത് ദോസഞ്ജയ് അമിതാഭ് ബച്ചന്റെ കാൽ തൊട്ട് വണങ്ങിയതാണ് സംഘടനയെ പ്രകോപിപ്പിച്ചത്. ഗായകനെതിരെയും സംഘം ഭീഷണി മുഴക്കിയിട്ടുണ്ട്. നടന്റെ സുരക്ഷ കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തി. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി മെഗാസ്റ്റാർ മമ്മൂട്ടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്ര ആവിഷ്കരണത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ബഹുമതി ലഭിച്ചത്. ആസിഫ് അലി, വിജയരാഘവൻ, ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ എന്നിവരെ പിന്തള്ളിയാണ് മമ്മൂട്ടി ഈ അവാർഡ് സ്വന്തമാക്കിയത്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനായി മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെയായിരുന്നു മമ്മൂട്ടി അവതരിപ്പിച്ചത്. മികച്ച നടിയായി ഷംല ഹംസയെ ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് തിരഞ്ഞെടുത്തു. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. പ്രത്യേക ജൂറി പരാമർശം ടൊവിനോ തോമസിന് ARM എന്ന ചിത്രത്തിനും പ്രത്യേക ജൂറി പരാമർശം ജ്യോതിർമയിക്ക് ബൊഗൻവില്ല എന്ന ചിത്രത്തിനും ലഭിച്ചു. പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലിക്ക് കിഷ്കിന്ദ കാണ്ഡം എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് പ്രേമലു ആണ്. നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച പിന്നണി ഗായിക സെയ്ബ ടോമി മികച്ച പിന്നണി ഗായകൻ KS ഹരിശങ്കർ ARM. മികച്ച ഗാനരചയിതാവ് മഞ്ഞുമൽ ബോയ്സിലെ ഗാനത്തിന് വേടനെ തിരഞ്ഞെടുത്തു. മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം, ചിത്രം മഞ്ഞുമൽ ബോയ്സ്. സ്വഭാവ നടി ലിജോ മോൾ,
ചിത്രം നടന്ന സംഭവം. മികച്ച ഛായാഗ്രഹൻ ഷൈജു ഖാലിദ്. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. പ്രത്യേക ജൂറി പരാമർശം അഭിനയത്തിന് ദർശന രാജേന്ദ്രൻ പാരഡൈസ്. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിൻസി ഫാത്തിമ. സ്വഭാവ നടൻ സൗബിൻ മഞ്ഞുമൽ ബോയ്സ്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവും മോഷ്ടാവുമായ തമിഴ്നാട് സ്വദേശി ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ്. വിയൂർ ജയിലിൽ പരിസരത്തു നിന്നാണ് തമിഴ്നാട് പോലീസിനെ വെട്ടിച്ചാണ് ഇയാൾ കടന്നത്. ഇന്നലെ രാത്രി 9:45 സംഭവം. തമിഴ്നാട്ടിൽ നിന്നും തെളിവെടുപ്പിന് ശേഷം വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പ്രതിക്കായി പോലീസ് വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലും കൊലപാതകം, മോഷണം ഉൾപ്പെടെ 53 കേസുകൾ പ്രതിയാണ് ബാലമുരുകൻ. 2023 സെപ്റ്റംബർ മുതൽ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ തമിഴ്നാട് പോലീസിന് കൈമാറിയിരുന്നു. തിരിച്ച് വിയൂരിൽ എത്തിക്കുന്നതിനിടെ മൂത്രമൊഴിക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. പിന്നാലെ ഇയാളെ പുറത്തിറക്കുകയായിരുന്നു. 3 പോലീസുകാരും ഒപ്പമുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇവരെ തള്ളിമാറ്റി ബാലമുരുകൻ രക്ഷപ്പെട്ടത്. കൊച്ചി വിമാനത്താവളത്തിൽ 6.4 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ബാങ്കോക്കിൽ നിന്നെത്തിയ വയനാട് സ്വദേശിയെ പിടിയിലായത്. കസ്റ്റംസ് ഇന്റലിജൻസ് ഡെപ്യൂട്ടി കമ്മീഷണർ റോയ് വർഗീസിന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കോക്കിൽ നിന്നും വിയറ്റ്നാം വഴി കൊച്ചിയിലേക്ക് വിയറ്റ് ജെറ്റ് എയർവേസിൽ എത്തിയ വയനാട് സ്വദേശിയായ അബ്ദുൾ സമദ് എന്ന യാത്രക്കാരനെ പിടികൂടുകയായിരുന്നു. ചെക്ക് ഇൻ ബാഗേജ് വിശദമായി പരിശോധിച്ചതിലൂടെ 6.4 കോടി രൂപ വിലമതിക്കുന്ന 6446 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെടുത്തു. ആത്മകഥയിൽ CPM നേതൃത്വത്തിനെതിരെ ഒളിയം വെയ്ത് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കണ്ണൂരിലെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൃത്യസമയത്ത് ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ തനിക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നു എന്നാണ് ഇതാണ് എന്റെ ജീവിതം എന്ന ആത്മകഥയിൽ EP ജയരാജൻ എഴുതിയത്. LDF കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റാൻ തീരുമാനിച്ചത് പ്രയാസമുണ്ടാക്കിയെന്നും മകൻ ജെയ്സണിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം BJP നടത്തിയെന്നും ആത്മകഥയിൽ പറയുന്നു. CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ P ജയരാജൻ തനിക്കെതിരെ വൈദേകം റിസോർട്ട് നിക്ഷേപത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചെന്ന വാർത്ത ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്നും ആ യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല എന്നും പറഞ്ഞ ജയരാജൻ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിരുന്നില്ല എന്നും അപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് വിവരം പുറത്തു വന്നതുമില്ല. സത്യാവസ്ഥ അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വ്യക്തമാകുന്നത്. ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനത്തെ പോലെ നയിക്കാൻ പാടുണ്ടോ എന്നു മാത്രമാണ് താൻ ഉദ്ദേശിച്ചതെന്നും വ്യക്തമാക്കി. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളയിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും അറിവോടെയാണ് പുറത്തു കൊണ്ടുപോയതെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി അപേക്ഷയിലാണ് ഈ പരാമർശം. 2019 മെയ് 18 കട്ടിളപ്പാളികൾ അഴിച്ച് സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കു കൈമാറിയത്. നിലവിൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ A പത്മകുമാറാണ് 2019 നവംബർ വരെ ബോർഡ് പ്രസിഡന്റ്. KT ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരായിരുന്നു ബോർഡ് അംഗങ്ങൾ. കേസിൽ 3ാം പ്രതിയായ N വാസു 2019 നവംബറിൽ പ്രസിഡന്റ് ആയപ്പോൾ മറ്റൊരു പ്രതിയായ സുധീഷ് കുമാറാണ് പേഴ്സണൽ അസിസ്റ്റന്റ് ആയത്. കട്ടിളപ്പാളിയും ദ്വാരകപാലക ശില്പപാളികളും അഴിക്കുന്ന സമയത്ത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് N വാസുവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച പ്രത്യേക അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ ഇവരെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുള്ള 10 ലക്ഷത്തിലേറെ പേരുടെ ഒഴിവുകൾ തുടരുന്നതിൽ കേരളത്തിന് ആശങ്ക. ഇത്രയും പേർക്കുള്ള സൗജന്യ റേഷൻ വിഹിതത്തിന്റെ അലോട്ട്മെന്റ് നിർത്തലാക്കാൻ കേന്ദ്രം ഭാവിയിൽ നടപടികൾ സ്വീകരിച്ചാൽ അത് തിരിച്ചടിയാകും. നിലവിലുള്ള മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് നടത്തിയപ്പോൾ വന്നതാണ് ഇത്രയും ഒഴിവുകൾ. ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം കേരളത്തിന് 1.54 കോടി പേരെയാണ് ദാരിദ്ര്യരേഖയ്ക്കു താഴെയായി കണക്കാക്കി സൗജന്യ റേഷന് ഉൾപ്പെടുത്താനാവുക. ഈ വർഷം മാർച്ചിൽ മസ്റ്ററിംഗ് നടപടികൾ അവസാനിച്ചപ്പോൾ 1.43 കോടി ആളുകളാണ് ഈ നടപടികളുടെ ഭാഗമായത്. 5.94 ലക്ഷം മഞ്ഞ കാർഡിലും 35.79 ലക്ഷം പിങ്ക് കാർഡിലും ആണ് ഇത്രയും വ്യക്തികൾ ഉൾപ്പെടുന്നത്. തുടർന്ന് കേരളത്തിൽ ഇല്ലാത്തവരും മരിച്ചുപോയവരുമായ ആളുകളുടെ വിവരങ്ങൾ തേടി റേഷനിംഗ് ഇൻസ്പെക്ടർമാർ താഴെത്തട്ടിൽ പരിശോധന നടത്തിയിട്ടും ഫലമുണ്ടായിട്ടില്ല. അതേസമയം 98.58% പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. ഇനി സ്പോർട്സ്.
ലോകകപ്പ് കിരീടത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം മുത്തമിട്ടതിന്റെ ആവേശത്തിലാണ് രാജ്യം മുഴുവൻ. ഞായറാഴ്ച ദക്ഷിണാഫ്രിക്കയെ വെട്ടി ഇന്ത്യ ലോക ചാമ്പ്യന്മാരായതിനു പിന്നാലെ ആരംഭിച്ച ആഘോഷങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലും അഭിനന്ദനങ്ങളും ചർച്ചകളും കൊഴുക്കുകയാണ്. ഇതിനിടെ ഫൈനൽ പോരാട്ടത്തെക്കുറിച്ചും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഭാവിയെക്കുറിച്ചും പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നു. അതിൽ വനിതാ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ ശാന്ത രംഗസ്വാമി പറഞ്ഞതും ശ്രദ്ധ നേടുകയാണ്. ലോകകപ്പ് കിരീടത്തിനു പിന്നാലെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയണമെന്നാണ് ശാന്ത രംഗസ്വാമിയുടെ അഭിപ്രായം. ലോകകപ്പ് വിജയത്തിന് 24 മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അഭിപ്രായം അല്പം കടന്നുപോയോ എന്ന് തോന്നാമെങ്കിലും ഇന്ത്യൻ ടീമിന്റെ നല്ലതിനു വേണ്ടിയാണ് താൻ ഇത് പറയുന്നു എന്നാണ് ശാന്ത രംഗസ്വാമി വ്യക്തമാക്കിയിരിക്കുന്നത്. 36 വയസ്സുകാരിയായ ഹർമൻപ്രീത് കൗർ ക്യാപ്റ്റൻസിയുടെ ഭാരം ഒഴിയണമെന്നും ബാറ്ററായും മികച്ച ഫീൽഡറായും ടീമിൽ തുടരണമെന്നും മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ PTIയോട് വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റഷ്യൻ ഭീഷണി നേരിടാൻ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ UK. യുവതീ യുവാക്കൾക്ക് നിർബന്ധിത സൈനിക സേവനം മിലിറ്ററി ഗ്യാപ് ഇയേഴ്സ് കൊണ്ടുവരാൻ സർക്കാർ നീക്കം. നിയന്ത്രിക്കാനാകാത്ത അഭയാർത്ഥി പ്രഭാഗത്തിൽ ലണ്ടൻ ബറോ ഹില്ലിംഗ്ടൺ വൻ തകർച്ചയിലേക്ക്. ഹില്ലിംഗ് ടൗൺ കൗൺസിൽ പാപ്പരത്വത്തിന്റെ വക്കിൽ. ചൈനയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചുള്ള ഗവേഷണം നിർത്താൻ ബീജിംഗ് അധികൃതരുടെ സമ്മർദ്ദത്തിന് ഷെഫീൽഡ് ഹാം സർവകലാശാല വിധേയമായെന്ന ആരോപണം. അന്വേഷണം തീവ്രവാദ വിരുദ്ധ പോലീസിന് കൈമാറി. UK-യിൽ ഇനി ശ്വാസം മുട്ടിക്കൽ അല്ലെങ്കിൽ ശ്വാസം തടയൽ ഉൾപ്പെടുത്തിയ പോൺ വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നതും കൈവശം വെക്കുന്നതും ക്രിമിനൽ കുറ്റമാകും. നടുക്കം മാറാതെ ബ്രിട്ടൻ. നായയുടെ ആക്രമണത്തിൽ 9 മാസം പ്രായമുള്ള കുട്ടി കൊല്ലപ്പെട്ടു. ദാരുണ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മയക്കുമരുന്ന് കടത്തലിന് ഇരയായെന്നാരോപിച്ച് ജോർജിയയിൽ തടവിലായിരുന്ന 19-കാരിയായ ബ്രിട്ടീഷ് വിദ്യാർത്ഥിനി ബെല്ല കുലിയെ ജോർജിയൻ കോടതി മോചിപ്പിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മെഗാസ്റ്റാർ മമ്മൂട്ടി. ഈ ബുള്ളറ്റിൻ കൂടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.